നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തത് ഗ്രാഫിക്കൽ അനാലിസിസ് വരെയാണ്. ഒരു മോഷനെ, വൺ ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള മൂവ്മെന്റിനെ എങ്ങനെ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യാം, ടൈം മാറുന്നതിനനുസരിച്ച് അതിന്റെ ബോഡിയുടെ പൊസിഷൻ മാറുന്നത് എങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ ഒരു ഇൻട്രോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒരു ഗ്രാഫിന് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും. ആ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഓരോ ക്വാണ്ടിറ്റിയെ നമ്മൾ പ്ലേസ് ചെയ്യും. അതിനനുസരിച്ച് ആ ഗ്രാഫിനെ അനലൈസ് ചെയ്യും. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ആരംഭിച്ചത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്നാണ്. നമുക്ക് അടുത്തടുത്ത ഗ്രാഫുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അടുത്ത ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ വീണ്ടും ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എക്സ് ആക്സിസിലുള്ള പോയിന്റ് ഡിസ്പ്ലേസ്മെന്റ്, വൈ ആക്സിസിലുള്ള ക്വാണ്ടിറ്റി ടൈം. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. സപ്പോസ് ആ ഗ്രാഫ് ഇതാണെന്ന് വിചാരിക്കും. ഒ എ എന്നുള്ള പോയിന്റ് ആണ് ഗ്രാഫ്. നമുക്ക് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് വരും? സ്ലോപ്പ് ഓഫ് ഇസ് ഈക്വൽ ടു, സ്ലോപ്പിന്റെ പോയിന്റ് എങ്ങനെയാ സ്ലോപ്പ് കണ്ടുപിടിക്കുക? കഴിഞ്ഞ ദിവസം പറഞ്ഞു വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ്, ജിയോമെട്രിക്കലി വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ്. ഇവിടുത്തെ വൈ ആക്സിസിലുള്ള ക്വാണ്ടിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലുള്ള ക്വാണ്ടിറ്റി എന്താണ് കുട്ടികളെ? ടൈമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഈസ് വെലോസിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഒരു കൺക്ലൂഷനിലെത്താം, സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് will give velocity. എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് വെലോസിറ്റി ആയിരിക്കും. മറ്റൊരു ഗ്രാഫ് നോക്കാം. അടുത്ത ഗ്രാഫ് നമുക്ക് സ്പീഡ് ടൈം ഗ്രാഫ്. വൈ ആക്സിസിൽ സ്പീഡിനെയും എക്സ് ആക്സിസിൽ ടൈമിനെയും വെച്ച് സപ്പോസ് ആ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ്. എന്താണ് വൈ ആക്സിസിലുള്ള ക്വാണ്ടിറ്റി? സ്പീഡാണ്. സ്പീഡ് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലുള്ള ക്വാണ്ടിറ്റി ടൈം. സോ വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ്, സ്പീഡ് ബൈ ടൈം. എന്താണ് സ്പീഡ് ബൈ ടൈം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡിനെ ഡെഫിനിഷൻ അനുസരിച്ച് വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. അതിൽ നമുക്ക് ജനറൽ ആയിട്ട് എന്ത് പറയാം? ഇതുപോലെ ഒരു പോയിന്റ് ആക്കി എന്ത് പറയാം? സ്ലോപ്പ് ഓഫ് സ്പീഡ് ഗ്രാഫ്. ഏത് ഗ്രാഫാണ്? സ്പീഡ് ടൈം ഗ്രാഫാണ്. സ്ലോപ്പ് ഓഫ് സ്പീഡ് ടൈം ഗ്രാഫ് will give acceleration. ഓരോ ക്വാണ്ടിറ്റി, ഓരോ ഗ്രാഫ് മാറുന്നതിനനുസരിച്ച് ആ ഗ്രാഫ് തരുന്ന സ്ലോപ്പുകൾ മാറും. ഡിഫറെന്റ് കേസുകൾ, ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പ്രയോജനം വരും. അടുത്ത ഗ്രാഫ് നോക്കാം. നമ്മൾ ഇന്ന് പഠിക്കുന്ന മൂന്നാമത്തെ ഗ്രാഫ്, എക്സ് ആക്സിസ് വൈ ആക്സിസ്. ആദ്യത്തെ ഗ്രാഫ് ഇന്ന് പഠിച്ചതിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിനെയാണ് പഠിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിനെയാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, സ്പീഡ് ടൈം ഗ്രാഫ്. അതുപോലെ അടുത്ത ഗ്രാഫാണ് കുട്ടികളെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ആ ഗ്രാഫ്, ഇവിടെയുള്ള ഗ്രാഫ് പോയിന്റ് ഇതാണെന്ന് വിചാരിക്കുക. ഒ എ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഗ്രാഫ് വെറുതെ വരയ്ക്കുന്ന ഗ്രാഫ് എങ്ങനെയാണ് കിട്ടുന്നത്? യൂസിങ് ദ കറക്റ്റ് പോയിന്റ്സ് ഫ്രം ദ ഗിവൻ സ്റ്റാറ്റിസ്റ്റിക്സ്. തന്നിരിക്കുന്ന വാല്യൂസിനെ കറക്റ്റ് ആയിട്ട് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. ചെറിയ നിങ്ങൾ 8th ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്, ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഹിസ്റ്റോഗ്രാം ഒക്കെ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? വാല്യൂസ് അനുസരിച്ചാണ് ഗ്രാഫ്. അപ്പൊ ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫാണ് ഈ ഗ്രാഫ്, ഒ എ എന്ന് പറയുന്ന ഗ്രാഫ്. അപ്പൊ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണെന്ന് നോക്കാം. സ്ലോപ്പ് നമ്മൾ പറഞ്ഞു വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ്. നമുക്ക് എന്താ എഴുതാം? വൈ ആക്സിസിലുള്ള ക്വാണ്ടിറ്റി എന്താണ്? വെലോസിറ്റി. എക്സ് ആക്സിസിലുള്ള ക്വാണ്ടിറ്റി എന്താണ്? ടൈം. വൈ ആക്സിസിലുള്ളത് വെലോസിറ്റി,
എക്സ് ആക്സിസിലുള്ളത് ടൈം. എന്താണ് വെലോസിറ്റി ബൈ ടൈം? ബൈ ഡെഫിനിഷൻ അതും ആക്സിലറേഷൻ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആക്സിലറേഷന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആക്സിലറേഷന്റെ ഡെഫിനിഷൻ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡ് ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ജനറൽ എക്സ്പ്രഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. അതുകൊണ്ട് ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിച്ചപ്പോൾ y ആക്സിസ് ബൈ എക്സ് ആക്സിസ്, അതായത് വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ അത് ആക്സിലറേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? ഇങ്ങനെ വെലോസിറ്റി സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് will give acceleration. എപ്പോഴും ഈ ക്വാണ്ടിറ്റീസ് എല്ലാം പ്രധാനമാണ്. പല പല ഗ്രാഫുകളുടെ സ്ലോപ്പാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ ഈ പല പല ഗ്രാഫുകളുടെ സ്ലോപ്പിൽ എന്തൊക്കെയാണ് വാല്യൂസ് വന്നത്? ആദ്യത്തെ ഗ്രാഫ് എന്തായിരുന്നു? കഴിഞ്ഞ ദിവസം ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് കണ്ടുപിടിച്ചപ്പോൾ അതിന്റെ സ്പീഡാണെന്ന് കിട്ടി, സ്ലോപ്പ് കണ്ടുപിടിച്ചപ്പോൾ. അടുത്തത് അത് കഴിഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇന്ന് നമ്മൾ പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. നെക്സ്റ്റ് പറഞ്ഞ എന്താ? സ്പീഡ് ടൈം ഗ്രാഫ്. ഈ ഗ്രാഫ് സ്പീഡ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാലും ആക്സിലറേഷൻ കിട്ടും. സോ ഗ്രാഫ് നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഗ്രാഫിന്റെ സ്ലോപ്പ് എങ്ങനെയാണെന്നുള്ളതാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഗ്രാഫിന്റെ ഏരിയ എന്താ, ഏരിയ എങ്ങനെയാണ് നമുക്ക് അനാലിസിസിൽ പ്രയോജനപ്പെടുക.